അത് മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് പിന്നെ വഴിയില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു വീട്. അതൊരു ചെറിയ വീടായിരുന്നു, ഇച്ചിരി പഴക്കമുള്ള വീടായിരുന്നു. അപ്പോൾ എപ്പോൾ മഴ പെയ്യുമ്പോഴും ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോൻ ജോലി സ്ഥലത്താണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ആ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കഥ തുറന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് വെള്ളം ഒഴുകുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഈശോ എനിക്ക് നനയാത്ത ഒരു വീട്ടിലൊന്ന് വന്ന് കയറാനുള്ള ഒരു ഇട തരണേന്ന്. അന്നേരം ഞാൻ ഒരു പ്രാവശ്യം ചേച്ചി വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഒന്ന് ഈ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാനിവിടെ 2019 ഒക്ടോബറിൽ വന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു വെച്ച് ഫസ്റ്റ് നിയോഗം ഇതായിരുന്നു, ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വീട് സ്ഥലം എനിക്ക് വിൽക്കാൻ പറ്റണം. കാരണം എന്താ വെച്ചാൽ അവിടെ വഴിയില്ല, അവിടെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സാധനം കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വീട്ടിൽ വേറെ ആളില്ലാത്തത് കൊണ്ട് ഞാനൊരു ബ്രോക്കറെ ഏൽപ്പിച്ചാൽ അവരതിനകത്ത് ഭയങ്കരമായിട്ട് കമ്മീഷൻ മേടിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവേ ഒരു ബ്രോക്കർ ഇല്ലാണ്ട് എനിക്ക് വീട് സ്ഥലം നേരിട്ട് വിൽക്കാൻ പറ്റണം, കാരണം അത്രയും കൂടെ പൈസ എനിക്ക് കിട്ടുമല്ലോ എന്ന്. അതുപോലെ തന്നെ എനിക്ക് 6 മാസത്തിനുള്ളിൽ ആ വീട് സ്ഥലം നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ആ നാട്ടിൽ ഞാനൊരു സേഫായിരുന്നു, കാരണം അവിടെയുള്ള ആൾക്കാരായിട്ട് ഞാൻ നല്ലപോലെ ഇടപഴകി. ഞാൻ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താവശ്യത്തിന് അവർ വരുമായിരുന്നു. അത് പിന്നീട് ഞാനിവിടെ വന്ന് നിയോഗം വെച്ചത് ആ നാട്ടിൽ തന്നെ എനിക്കൊരു സ്ഥലം എടുക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയ സ്ഥലം കഷ്ണം ഇങ്ങനെ കാണുമായിരുന്നു. ഇവിടുന്ന് കിട്ടിയ ഉപ്പ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ആ പോകുമ്പോൾ ശകലം ഉപ്പ് ഇട്ടിട്ട് നീ ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, ആ സ്ഥലത്തിന് നിനക്ക് താല്പര്യം